പ്രിയമുള്ളവരെ, വചനജ്വാല 1471 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 10 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ 7-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. വിവിധോപദേശങ്ങൾ. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഒഴുകുചാലുകളിൽ വിതയ്ക്കരുത്, 7 ഇരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിൻ്റെ മുൻപിൽ നീതിമാൻ എന്നും രാജാവിൻ്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്തു. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുൻപാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. നിന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് നീ പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സംതപ്ത ഹൃദയനെ പരിഹസിക്കരുത്, ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുൻപിൽ പുലമ്പരുത്, പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് തൊളന്തോനോയിലെ വിശുദ്ധ നിക്കളോസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഇറ്റലിയിൽ ഫോർമോക്കു സമീപം സെന്റ് ആഞ്ചലോയിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ 1245 നിക്കോളാസ് ജനിച്ചു. ദരിദ്രരായിരുന്നുവെങ്കിലും മാതാപിതാക്കന്മാർ ഭക്തരായിരുന്നു. ബാല്യത്തിലെ നിക്കോളോസ് പ്രാർത്ഥനാശീലനായിരുന്നു. മാത്രമല്ല, അതീവ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുകയും ചെയ്തിരുന്നു. ദരിദ്രരെ ബാലൻ ആർദ്രമായി സ്നേഹിച്ചിരുന്നു. വഴിയിൽ കാണുന്ന ദരിദ്രരെ വിളിച്ച് തനിക്ക് വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കൊടുത്തിട്ടേ അവൻ കഴിച്ചിരുന്നുള്ളൂ. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവൻ ഉപവസിച്ചിരുന്നു. യൗവനത്തിലേക്ക് നീങ്ങിയപ്പോൾ തിങ്കളാഴ്ചകളിൽ കൂടി അവൻ ഉപവാസം അനുഷ്ഠിച്ചു. സാധാരണ യുവാക്കളിൽ കാണാറുള്ള ദുർവാസനകൾ അവനിൽ കണ്ടിരുന്നില്ല. സദ്ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും ഭക്ത സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിലും ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിലുമായിരുന്നു അവൻ്റെ ആനന്ദം. വിദ്യാഭ്യാസത്തിൽ പുരോഗമനം അതിശീഘ്രമായിരുന്നു. 18-ാം വയസ്സിൽ വിശുദ്ധ അഗസ്റ്റീൻ്റെ സന്യാസികളുടെ ഗണത്തിൽ ചേർന്ന് നൊവീഷേറ്റ് പൂർത്തിയാക്കുകയും
യഥാകാലം പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. ബലിപീഠത്തിൽ സെറാഫ് മാലാഖയെ പോലെയാണ് നിന്നിരുന്നത്. ദൈവസ്നേഹാഗ്നി മുഖത്ത് എരിഞ്ഞിരുന്നു. കുർബാനയുടെ സമയത്ത് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു. ഒരു വിശുദ്ധന്റെ കുർബാന എന്ന വിചാരത്തോടെയാണ് ഭക്തജനങ്ങൾ അദ്ദേഹത്തിന്റെ കുർബാന കണ്ടിരുന്നത്. ജീവിതത്തിന്റെ അവസാനത്തെ 30 വർഷം തൊളന്തൂനിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം. എല്ലാ ദിവസവും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. തദനുസാരം മാനസാന്തരവും ഉണ്ടായിരുന്നു. കുംഭസാരത്തിലായാലും വേദോപദേശ ക്ലാസുകളിലായിരുന്നാലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഹൃദയം ഭേദിച്ചിരുന്നു. 1306 സെപ്റ്റംബർ 10 നിക്കോളാസ് നിര്യാതനായി. 1446 യൂജിൻ 4 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തത്. പ്രിയമുള്ളവരെ, തൊളന്തോനായിലെ വിശുദ്ധ നിക്കോളാസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.